പ്രവാചകനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് വചനങ്ങൾ ഉണ്ടായിട്ടും പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് തന്നെ ചോദിക്കുമ്പോൾ കിട്ടിയ വചനങ്ങൾ കൊണ്ട് പറയാൻ നിൽക്കാതെ പ്രവാചകനോട് അവർ ചോദിക്കുമ്പോൾ കൊൽ നീ പറയേ എന്ന് പറഞ്ഞുകൊണ്ട് പറയിപ്പിക്കുന്ന ആ വചനം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാറാണ് പതിവ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനാണ് സാഅത്തിനെ കുറിച്ച്, ആ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചിട്ട് പ്രവാചകനോട് അത് അറിയില്ല എന്നും തനിക്കത് അറിയില്ല എന്നും അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ എന്നും എന്നെ എന്താണ് ചെയ്യുക എന്ന് പോലും എനിക്ക് അറിയില്ല എന്നും ഒക്കെ പറഞ്ഞിട്ടും പിന്നീട് അവരോട് ആ സാഅത്തിനെ കുറിച്ച് പ്രവാചകനോട് അവർ ചോദിച്ചപ്പോൾ യസ്അലൂനക അനി സാഅത്തി അയ്യാന മുർസാഹ, ആ നിമിഷത്തിന്റെ സ്ഥിരീകരണം എന്നായിരിക്കുമെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, അതിന്റെ അറിവ് എന്റെ രക്ഷിതാവിങ്കിൽ മാത്രമാണുള്ളത്. അവനല്ലാതെ അതിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തുന്നതുമല്ല. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും അത് ഭാരിച്ചിരിക്കണം. ആകാശങ്ങളിലും ഭൂമിയിലും ആ സാഅത്ത് ഭാരിച്ചിരിക്കുന്നു. അത് പെട്ടെന്നല്ലാതെ നിങ്ങളുടെ അടുത്തെത്തുകയുമില്ല. നീ അതിനെപ്പറ്റി അവഗാഹനാണെന്ന മട്ടിലാണ്, അതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ആളാണെന്ന മട്ടിലാണ്, ധാരണയിലാണ് അവർ നിന്നോട് ചോദിക്കുന്നത്. നീ പറയുക, അതിന്റെ അറിവ് അള്ളാഹുവിങ്കൽ മാത്രമാണ്. പക്ഷേ അധിക മനുഷ്യരും അറിയുന്നില്ല. ഈ വിശദീകരണം തന്നെ അവർക്ക് എത്രയോ മതിയാകുന്ന ആ രൂപത്തിൽ അള്ളാഹു വിശദീകരിച്ചു കഴിഞ്ഞു. കുല്ലാം യസ്അലൂനക അനി സാഅത്തി അയ്യാന മുർസാഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. ഇന്നമാ എന്ന അത് ഇൽമു, അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിങ്കൽ മാത്രമാണുള്ളത്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവ, അതതിന്റെ സമയത്ത് അവനല്ലാതെ അത് വെളിപ്പെടുത്തുകയില്ല. സഖുലത്ത് ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരമായി തീർന്നിരിക്കുന്നു. ലാ തഅതീകും ഇല്ലാ ബഗ്തതൻ, പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല. യസ്അലൂനക കഅന്നക ഹഫിയുൻ, അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അഗാധമായി അറിയുന്ന ആളാണെന്ന നിലക്കാണ് അവർ നിന്നോട് ചോദിക്കുന്നത്. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, ആ സാഅത്തിനെ കുറിച്ചുള്ള അറിവ് എന്റെ രക്ഷിതാവിങ്കൽ മാത്രമാണുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഈ പ്രവാചകന്റെ പേരിൽ എത്രയോ സാഅത്തിനെ കുറിച്ച് പറയുന്ന ഹദീസുകൾ ഇവർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര വചനങ്ങൾ ഓതി അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ല, എന്റെ അടുത്തില്ല, അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ ഉള്ളൂ, അവൻ അതിന്റെ സമയത്തെ അത് വെളിവാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ യഥേഷ്ടമുണ്ടായിട്ട് പോലും ഇതിനെക്കുറിച്ച് റസൂല് പറഞ്ഞു, ദൂതൻ പറഞ്ഞു എന്ന രൂപത്തിൽ ഇവർ വിശദീകരിക്കുന്ന എത്രയോ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ. യസ്അലൂനക അനി സാഅത്തി അയ്യാന മുർസാഹ ഫീമ അന്ത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ. അവർ അസാഅത്തിനെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു, അതിന്റെ സ്ഥിരീകരണം, അതിന്റെ സമയം എപ്പോഴാണെന്ന്. നീ അത് ഭയപ്പെടുന്നവർക്ക് താക്കീത് നൽകുന്നവൻ മാത്രമാണ്. ആ സമയത്തെപ്പറ്റി, അതിനെപ്പറ്റി പറയാൻ നീ എന്തിലാണ് എന്നാണ് നബിയോട് ചോദിക്കുന്നത്. അപ്പൊ എത്ര വചനങ്ങൾ നമ്മളിപ്പോ കേൾപ്പിച്ചു. നബിയോട് ആ അസാഹത്തിന്റെ സമയത്തെക്കുറിച്ച് പറയാൻ ഒരായത്തിലും നബിക്ക് അറിയില്ല, നിനക്കറിയില്ല, നീ അതിനെക്കുറിച്ച് പറയാൻ നീ എന്തിലാണ്, എന്തറിവിലാണ് നീ ഉള്ളത് എന്നൊക്കെ നബിയോട് അള്ളാഹു ചോദിക്കുന്നു. ഈ ആയത്തിൽ നിഷേധാത്മക രൂപത്തിലാണ് അള്ളാഹു ചോദിക്കുന്നത്. ഫീമ അന്ത മിൻ ദിക്റാഹ എന്നാ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് അവരോട് പറയാൻ നീ എന്തൊരു അറിവിലാണ്, അല്ലെങ്കിൽ എന്തിലാണ് എന്നാണ് അള്ളാഹു നബിയോട് ചോദിക്കുന്നത്. അതിനെപ്പറ്റി പറയാൻ നീ എന്തൊരറിവിലാണ്, ആ സമയത്തെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് താക്കീത് നൽകുന്നവൻ മാത്രമാണ് എന്ന ബാധ്യതയിൽ നബിയെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ബാധ്യത മാത്രമേ നിനക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാധ്യതയിൽ നബിയെ പരിമിതപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നീ ഭയപ്പെടുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് എന്ന്. ഇന്നമാ അന്ത മുൻദിറു മൻ യഖ്ശാഹ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നമ മാത്രം, അതും അന്ത, നീ ഇത് ഭയപ്പെടുന്നവർക്ക്, അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ് നീ എന്നാണ് നബിയോട് പറഞ്ഞത്.
ഇതിൽ നിന്ന് ഇലാ റബ്ബിക മുന്തഹ എന്നതിലൂടെയും ഒക്കെ വ്യക്തമാകുന്നത് പ്രവാചകൻ അതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ല. മറിച്ച് പ്രവാചകന്റെ ബാധ്യത എന്ത് മാത്രമേ ഉള്ളൂ? ഈ സന്ദേശം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുകളിൽ പറഞ്ഞ വചനങ്ങളെല്ലാം ഒരുപാടുണ്ടായിട്ടും സാഅത്തിനെ കുറിച്ച് അവർ ചോദിച്ചപ്പോൾ ഈ ആയത്തുകളിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി പ്രവാചകൻ പിന്നെയും അതിൽ നിന്ന് സ്വന്തമായി മറുപടി പറയാൻ നിന്നില്ല. മറിച്ച് അവർ വീണ്ടും ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി അള്ളാഹു എന്താണോ പറയാൻ പറഞ്ഞത് അത് തിരിച്ചു പറയുകയാണ് ചെയ്തത്. യസ്അലുക അന്നാസു അനിസ്സാഅത്തി, നിന്നോട് അന്നാസു ജനങ്ങൾ അസ്സാഅത്തിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, നീ പറയുക, ഇന്നമ, തീർച്ചയായും, ഇൽമുഹ, അതിന്റെ അറിവ്, ഇൻദല്ലാഹി, എന്റെ അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണുള്ളത്. വമാ യുദ്രീക ലഅല്ല സ്സാഅത തകൂനു ഖരീബ, ദൈവത്തിന്റെ ആ സാഅത്ത് വളരെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിന്നെ അറിയിച്ച സംഗതി എന്താണ്? ആരാണ് നിന്നെ അറിയിച്ചിരിക്കുന്നത്? എന്താണ് നിന്നെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ജനം, അതിനർത്ഥം പറയാം, ഈ ജനം നിന്നോട് ആ നിമിഷത്തെക്കുറിച്ച് ചോദിക്കുന്നു. നീ പറയുക, ആ നിമിഷം അടുത്തും ഉണ്ടായേക്കുമെന്ന് അവൻ നിന്നെ അറിയിക്കാത്ത സ്ഥിതിക്ക് അതിന്റെ അറിവ് ദൈവത്തിങ്കൽ മാത്രമാണ്. അപ്പോൾ സാഅത്തിന്റെ വിഷയത്തിൽ എത്രയോ വചനങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു. ഓരോ പ്രാവശ്യവും അവർ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് നീ ഇന്നത് പറയൂ, ഇന്ന മറുപടി പറയൂ, കുൽ, നീ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ പറയിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അല്ലാതെ സ്വന്തമായി പ്രവാചകൻ ആലോചിച്ച് ചിന്തിച്ച് അവർക്കൊരു മറുപടി കൊടുക്കാൻ പ്രവാചകൻ നിൽക്കുന്നില്ല. അപ്പോ നബിക്ക് സ്വയം, ഇവര് നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയാണെങ്കിൽ പ്രവാചകന്റെ വായയിൽ ഇഷ്ടം പോലെ ഹദീസുകൾ ഉണ്ടായിരിക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ദൈവികമായ വചനങ്ങൾ കൊണ്ട് മറുപടി പറയാൻ നിൽക്കാതെ സ്വന്തമായി എന്തെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെയല്ല. അള്ളാഹു എന്താണ് പറയുന്നത്? അവർ നിന്നോട് ഇത് ചോദിക്കുന്നു, നീ ഇത് പറയുക. അവർ നിന്നോട് ഇന്ന കാര്യം ചോദിക്കുന്നു, നീ അതിനുള്ള മറുപടി ഇന്ന കാര്യം പറയുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ പറയിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴൊക്കെ ദൈവം ഈ മറുപടി നീ പറയൂ എന്ന് നബിയോട് കൽപ്പിക്കുന്നു. അങ്ങനെ എത്രയോ പ്രാവശ്യം ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു, അതിന്റെ ഉത്തരങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഒക്കെ അന്ത്യസമയത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളെ കുറിച്ചും എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അള്ളാഹുവിനെ അറിയൂ എന്ന് ആവർത്തിച്ച് നബിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടും നബിയിലേക്ക് ദശക്കണക്കിന് ഹദീസുകളാണ് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞതായി ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ഹദീസുകൾ കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ നിറച്ചിരിക്കുകയാണ്. അന്ത്യനിമിഷത്തിന്റെ അടയാളങ്ങളും അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളും ഇവർ ഈ ഉദ്ധരിച്ച ഹദീസുകളിൽ ഇഷ്ടംപോലെ യഥേഷ്ടം ചർച്ച ചെയ്യുന്നു. ഇത്തരം ഹദീസുകൾ മുമ്പിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വചനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വചനങ്ങളെ നിഷേധിക്കുകയാണോ? അതല്ല, നിഷേധിച്ചുകൊണ്ട് മനുഷ്യനിർമ്മിത വചനങ്ങൾ സ്വീകരിക്കുകയാണോ? അതല്ല, അള്ളാഹുവിന്റെ ഖുർആനിന് വിരുദ്ധമായ, അള്ളാഹുവിന്റെ കലാമിന് വിരുദ്ധമായ ഇത്തരം വചനങ്ങൾ നാം തള്ളിക്കളയുന്നുണ്ടോ? തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ നാം സ്വീകരിക്കുന്നുണ്ടോ എന്ന ഒരു പരീക്ഷണം കൂടി അള്ളാഹു ഇതിലൂടെ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സഹോദരങ്ങളെ. അപ്പോ ഇങ്ങനെ ഈ ഒരു പരീക്ഷണം, ഒന്നുകിൽ വിശുദ്ധ ഖുർആനിനെ തള്ളി ഹദീസ് എടുക്കാം, അല്ലെങ്കിൽ ഈ മനുഷ്യനിർമ്മിതമായ ഈ ഹദീസുകളെ തള്ളി ദൈവത്തിന്റെ സമ്പൂർണമായ പരിപൂർണമായ സത്യം ഉൾക്കൊള്ളുന്ന, പരമമായ സത്യം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾ എടുക്കാം. രണ്ടിനും അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. മൂന്നാമതൊരു വഴി സ്വീകരിക്കാൻ നമ്മുടെ മുമ്പിലില്ല. ഹദീസും ഖുർആനും രണ്ടും സ്വീകരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് കഴിയില്ല. ഒന്നുകിൽ ഖുർആൻ തള്ളണം, അല്ലെങ്കിൽ ഹദീസ് തള്ളണം. ഏതാണ് തള്ളേണ്ടത് എന്നുള്ളത് എന്റെ സഹോദരങ്ങൾ തീരുമാനിക്കും. ഖുർആനിൽ നിന്നല്ല, ഇനി നോക്കൂ, ഖുർആനിൽ നിന്നല്ലാതെ തന്നെ നബിക്ക് അറിയാമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അവർ നബിയോട് ചോദിച്ചിരുന്നു. എന്നിട്ടും നബി തന്റെ അറിവ് വെച്ച് അവയ്ക്ക് മറുപടി പറയാൻ നിന്നില്ല. ഉദാഹരണത്തിന്, പാരമ്പര്യവാദികളായ ആളുകൾ കൊടുക്കുന്ന ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വചനം ഉദ്ധരിക്കട്ടെ. യസ്അലൂനക അനിൽ അഹില്ലത്തി, ഇപ്പൊ എഴുതി വെക്കപ്പെട്ട അർത്ഥം ആണ് ഞാൻ പറയുന്നത്. പിന്നീട് നമ്മൾ അതിന്റെ എപ്പോഴെങ്കിലും ഞാൻ ഇതിന്റെ ശരിയായ അർത്ഥതലം വിശദീകരിക്കുമ്പോൾ എന്റെ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ പറയുന്നത് അഹില്ലത്ത്, മാസപ്പിറവിയെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജി എന്ന് പറയുക, അത് ജനങ്ങൾക്ക് ഹജ്ജിനുള്ള സമയവും ഹജ്ജിന്റെയും മറ്റ് ജനങ്ങൾക്കുള്ള മറ്റ് സമയങ്ങൾ
കാര്യങ്ങളും നിശ്ചയിക്കാനും നിർണയിക്കാനും അറിയാനുമുള്ളതാണ് ആ അഹില്ലത്ത് എന്ന് നീ പറയുക എന്ന രൂപത്തിലാണ് ഇപ്പോൾ എഴുതി വച്ചിട്ടുള്ളത്. ഇത് അറബികളായ ആ രാജ്യത്ത് ജനിച്ചു വളർന്ന് അവിടെ ജീവിച്ച പ്രവാചകനെ സംബന്ധിച്ച് എന്താണ് ഈ അഹില്ലത്തിന്റെ ഉപയോഗം എന്നുള്ളത്, മാസപ്പിറവിയുടെ ഉപയോഗം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. വേണമെങ്കിൽ ഈ വചനമില്ലാതെ തന്നെ ആ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരാളെന്ന നിലക്ക് പ്രവാചകനായ മുഹമ്മദ് നബിക്ക് സ്വന്തമായി പറയാമായിരുന്നു. എന്നിട്ടും അവർ അഹില്ലത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഖുൽ, നീ ഇത് പറയൂ അതിന്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, ഉന്നതമായ സംസ്കാരവും ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു പ്രവാചകൻ. ആ പ്രവാചകനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ പ്രവാചകന് സ്വന്തമായി പറയാൻ കഴിയും. പക്ഷേ എന്നിട്ടും പ്രവാചകനോ ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യമായി പറഞ്ഞു പോരുന്ന അർത്ഥം വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഉന്നതമായ സംസ്കാരവും പരിശുദ്ധിയും ശുദ്ധിയുമുള്ള ഒരു മനുഷ്യന് സ്വാഭാവികമായും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ പ്രവാചകനോട് ചോദിച്ചത്. അപ്പോഴും അള്ളാഹു എന്ത് മറുപടിയാണോ പ്രവാചകനോട് പറയാൻ പറഞ്ഞത്, ആ മറുപടി പറയുകയാണ് പ്രവാചകൻ ചെയ്തത്. അതേതാണ് വിഷയം? യസ്അലൂനക വയസ്അലൂനക അനിൽ മഹീലി, ഹൈലിനെ കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് ആർത്തവം എന്നാണ്. സ്ത്രീകളുടെ പീരിയഡ് ടൈമിനെ കുറിച്ചാണ്, ആ സമയത്തെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് പ്രവാചകനോട് അവർ ചോദിച്ചിരുന്ന രൂപത്തിലാണ് ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സംസ്കാരവും വൃത്തിയും ശുദ്ധിയും പരിശുദ്ധിയുമൊക്കെയുള്ള ഒരു ഉന്നതനായ മനുഷ്യനാണ് പ്രവാചകൻ എന്നുള്ള നിലക്ക് ആ പ്രവാചകന് സ്വന്തമായി ഊഹിച്ചു പറയാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കണം, അത് അശുദ്ധിയാണ്. ആ സമയത്ത് നിങ്ങൾ ലൈംഗികമായ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ സമീപിക്കരുത് എന്ന് വേണമെങ്കിൽ പ്രവാചകന് പറയാം. പക്ഷേ പ്രവാചകനോട് അങ്ങനെ പറയാൻ വിട്ടുകൊടുത്തോ? ഇല്ല. ഖുൽ, നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഖുൽ ഹുവ ആദൻ ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയിപ്പിക്കുകയാണ്. വിഷയം ഏതോ ആകട്ടെ, ഇനി ആ വിഷയത്തിലെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ചുരുക്കത്തിൽ പ്രവാചകന് സ്വയം ചിന്തിച്ച് മതത്തിൽ അഭിപ്രായം പറയാൻ കഴിയില്ല. അള്ളാഹു നൽകുന്ന വഹിയെ പിൻപറ്റുകയും അത് ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ബാധ്യത. വിശദീകരിക്കലും ഇജ്തിഹാദ് നടത്തലും ഗവേഷണം നടത്തലും ദൂതന്റെ അവകാശത്തിൽ പെട്ടതായിരുന്നുവെങ്കിൽ മതത്തിൽ 2 പ്രമാണങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം പ്രവാചകന്റെ ദൗത്യം ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. ഇജ്തിഹാദ് നടത്തലോ ഗവേഷണം നടത്തലോ, ഇജ്തിഹാദിന് ഗവേഷണം എന്ന അർത്ഥം തന്നെ ഖുർആനിൽ എവിടെയും ഇല്ല എന്ന് നാം സൂചിപ്പിച്ചു. ഇനി അങ്ങനെ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അങ്ങനെ ഒരു ദൗത്യം, അങ്ങനെ ഒരു ബാധ്യത, അങ്ങനെ ഒരു ജോലി അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. തന്നെ ഏൽപ്പിച്ച ദൂത് ജനങ്ങളിലേക്ക് എത്തിച്ച് അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. നബി ഗവേഷണം നടത്തുകയും നബി തന്റെ അഭിപ്രായ പ്രകാരം മതത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഖുർആനിന്റെ കൂടെ വേറൊരു പ്രമാണം കൂടി പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ചു പോകുമായിരുന്നു. അത് സംരക്ഷിച്ച് നമ്മുടെ കയ്യിൽ തന്നു പോകുമായിരുന്നു. പക്ഷെ അങ്ങനെ പോയിട്ടില്ല. നബി അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ പിന്നീട് സഹാബത്തിനോ പിൽക്കാലഘട്ടത്തിൽ ആളുകൾക്കോ പിന്നീട് ഗവേഷണം നടത്തേണ്ടതോ ചിന്തിക്കേണ്ടതോ ഇജ്തിഹാദ് നടത്തേണ്ടതോ ഗ്രന്ഥങ്ങൾ രചിക്കേണ്ടതോ ആയ ആവശ്യം വരുമായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് പ്രവാചകന്റെ വിശദീകരണം സമ്പൂർണമായ ഖുർആൻ തന്നെ സമ്പൂർണം, ഇനി അതിനൊരു വിശദീകരണവും പ്രവാചകൻ തന്നുപോയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ മനുഷ്യർക്ക് ചിന്തിക്കേണ്ടതോ ഗവേഷണം നടത്തേണ്ടതോ ഗ്രന്ഥങ്ങൾ രചിക്കേണ്ടതോ സഹാബത്തിനോ താബികൾക്കോ താബികൾക്കോ അങ്ങനെ ചിന്തിക്കുകയോ ഗവേഷണം നടത്തുകയോ ഗ്രന്ഥങ്ങൾ രചിക്കുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടാവുമായിരുന്നില്ല. പക്ഷേ അവരെ ഒക്കെ ഇത് ചെയ്തതായിട്ട്, ഗവേഷണം നടത്തിയതായിട്ട്, ചിന്തിച്ചതായിട്ട്, ഗ്രന്ഥങ്ങൾ രചിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വഹാബികളും താബികളും പണ്ഡിതന്മാരും ഗവേഷണം നടത്തുകയും ഖുർആനെ വ്യാഖ്യാനിക്കുകയും മതവിധികൾ നൽകുകയും ചെയ്തു. പിൽക്കാലഘട്ടക്കാർ അവയ്ക്ക് പരിശുദ്ധിയും പ്രചരണവും കിട്ടാൻ വേണ്ടി അവൻ നബിയിലേക്ക് ചേർത്ത് പറഞ്ഞു. അതാണ് ഈ ഹദീസ് ഉണ്ടാകാനുള്ള ഒരു കാരണം. അവ ഖുർആനിന് വിരുദ്ധമാണെന്നോ അവ യുക്തിക്ക് യോജിച്ചതാണെന്നോ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കാൻ നിന്നില്ല. അങ്ങനെയാണ് ഇസ്ലാമിൽ ഇത്രയും പ്രമാണങ്ങൾ ഉണ്ടായി തീർന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രവാചകന് ശരീഅത്തിൽ ഇജ്തിഹാദ് നടത്താൻ അവകാശമില്ലെന്ന് സൂചിപ്പിച്ചല്ലോ. എന്നാൽ അള്ളാഹുവിനെയും
അനുസരിക്കലും അവന്റെ കൽപ്പനകൾ നടപ്പാക്കുന്നതിലും മതവിധികൾ നടപ്പാക്കുന്നതിലും അദ്ദേഹത്തിന് ചില ഗവേഷണങ്ങൾ പ്രായോഗികമായി നടത്താം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് ആ കാലഘട്ടത്തിന് അനുസൃതമായ സംഗതികളായിരിക്കും. അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്, ഉദാഹരണത്തിന് എന്നൊരായത്ത് ഉദാഹരണത്തിന് നോക്കൂ. കഴിയുന്നത്ര ശക്തിയും കുതിരക്കോപ്പും അവർക്കായി നിങ്ങൾ ഒരുക്കുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അതെങ്ങനെയൊക്കെ സംവിധാനിക്കാം, ഏതൊക്കെ രൂപത്തിൽ അത് സംവിധാനിക്കാം എന്ന് പ്രവാചകൻ അത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടി പ്രവാചകനും അനുയായികളും എന്തൊക്കെയുണ്ട് മാർഗങ്ങൾ എന്ന് ചില ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ആ രൂപത്തിൽ സംവിധാനിച്ചിട്ടുണ്ടായിരിക്കും. ആ രൂപത്തിൽ ശത്രുക്കളെ ഒരുപക്ഷെ നേരിട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാലാകാലവും അത് തന്നെയാകണമെന്നില്ല. അന്ന് ഒരുക്കിയ അതേ യുദ്ധോപകരണങ്ങൾ തന്നെ, അന്ന് ഒരുക്കിയ അതേ പഠനോപകരണങ്ങൾ തന്നെ, അന്ന് ഒരുക്കിയ ഈ വേദങ്ങളും ഗ്രന്ഥങ്ങളും മറ്റും പഠിപ്പിക്കാൻ സ്വീകരിച്ച അതേ രീതികൾ തന്നെ ഇന്നും സ്വീകരിക്കണമെന്നില്ല. അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഇന്നും അതേ വാളും പരിചയും അതേ കുന്തവും അമ്പുകുറ്റിയും ഒക്കെ ആയിക്കൊണ്ട് ഇന്ന് ഈ കൂവത്തിൻ വരിബാത്തിൽ ഖൈൽ എന്ന് ഈ കാലഘട്ടത്തിൽ അത് ആ വിശദീകരണവും അന്ന് നബി ചെയ്ത ആ രൂപവും ഇന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഖുർആനിക ആശയങ്ങൾ അതാണ്. അത്തരം ചില പ്രശ്നങ്ങളിൽ പ്രവാചകൻ വിധി കണ്ടുപിടിക്കാൻ കഴിയില്ല. ആ വിധി സ്വന്തമായി പ്രവാചകൻ ഒരു മതവിധി സ്വയം നിർമ്മിക്കാനോ കണ്ടുപിടിക്കാനോ അത് ജനങ്ങളോട് പഠിപ്പിക്കാനോ പറയാനോ കഴിയില്ല. മറിച്ച് ദൈവത്തിന്റെ ഒരു കൽപ്പന എങ്ങനെ പ്രായോഗിക രൂപത്തിൽ നടപ്പാക്കാം എന്ന് പ്രവാചകൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, അത് നടപ്പാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് എല്ലാ കാലഘട്ടത്തിലും ആ രൂപത്തിൽ തന്നെ പ്രായോഗികമാക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഖുർആനിക ആശയങ്ങൾ കണ്ടുപിടിക്കാൻ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഖുർആൻ ഇതിനുപയോഗിച്ച പദം ഞാൻ മുമ്പിൽ സൂചിപ്പിച്ചല്ലോ, ഇജ്തിഹാദ് എന്നല്ല, തദബ്ബുർ എന്ന വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. അതായത് ചിന്തിച്ചുകൊണ്ട് അതിന്റെ പിറകെ പോവുക എന്നതാണ്. നമ്മുടെ ദേഹേച്ഛയെ പിന്തുടരാതെ സന്മാർഗവും വൈജ്ഞാനികവുമായ മാർഗം തേടിക്കൊണ്ട് നാം ഖുർആനിനെ സമീപിച്ചാൽ നാം വിജയിക്കും. നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചിട്ടല്ല ഖുർആനിനെ തദബ്ബുർ ചെയ്യേണ്ടത്. സന്മാർഗവും ദൈവത്തിൽ നിന്നുള്ള വിജയവും കിട്ടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടി ഖുർആനിന്റെ സന്മാർഗത്തെ നാം പിന്തുടരുകയും അതിന്റെ പിറകെ പോവുകയും ചെയ്താൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ പിഴവ് സംഭവിക്കാം. അങ്ങനെ അവന്റെ ദീനിന്റെ തെറ്റുകൾ സംഭവിക്കുന്നതിൽ നിന്നും മനുഷ്യരുടെ ഇച്ഛകളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് എന്ന് അല്ലാഹു ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് തെറ്റുപറ്റാമെന്നല്ലാതെ ഖുർആനിലെ ഒരിക്കലും അത് തിരുത്തപ്പെടുകയോ അത് മാറ്റപ്പെടുകയില്ല. അങ്ങനെ മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്നും അതിന്റെ തിരുത്തലുകളിൽ നിന്നും ഖുർആനിനെ അള്ളാഹു സംരക്ഷിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കളവുകൾ നിർമ്മിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഖുർആനിന്റെ വ്യാഖ്യാനം ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട ഈ ഖുർആനിൽ അവർക്ക് മായം കലർത്താൻ, അതിനെ തിരുത്താൻ, അതിന് ഭേദഗതി വരുത്താൻ അവർക്ക് കഴിയാതെ വന്നപ്പോൾ ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും ദൈവികമായ മാർഗത്തിന്റെയും ശത്രുക്കളായ പിശാചുക്കൾ എന്ത് ചെയ്തു? ഖുർആനിന് സ്വയം വ്യാഖ്യാനങ്ങൾ എന്ന പേരിൽ ഹദീസുകൾ നിർമ്മിച്ച് ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിച്ചു. അള്ളാഹു മനുഷ്യരുടെ ഇച്ഛകളിൽ നിന്നും ഖുർആനിനെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല ആയത്തുകളും അഹ്ൽ ഹദീസുകാർ ഇതിനെ എതിർത്തിരുന്ന ആളുകൾ അന്നേ നീക്കം ചെയ്തേനെ. പക്ഷേ ഇസ്ലാമിൽ അത്യുന്നതമായ മൂല്യങ്ങൾ, ചിന്താ സ്വാതന്ത്ര്യം എന്നുവേണ്ട യുക്തിഭദ്രമായ ആശയങ്ങൾ എന്നുവേണ്ട എല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഏതുവരെ പ്രവാചകനെ കുറിച്ച് അദൃശ്യകാര്യങ്ങൾ അറിയാം തനിക്ക് എന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ച ആ ഹദീസുകളിൽ ഉണ്ടായിരിക്കെ തന്നെ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല, സാഹത്തറിയില്ല, വൈബറിയില്ല എന്ന് പറഞ്ഞ ആ ആയത്തുകളെ പോലും ഇവർക്ക് നീക്കാൻ കഴിയാതെ ഇന്നും ആ ഖുർആനിൽ, നമ്മുടെ ഖുർആനിൽ, അള്ളാഹു നമുക്ക് നൽകിയ വിശുദ്ധ ഖുർആനിൽ ആ വചനങ്ങൾ വരെ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. അത് അള്ളാഹു നമുക്ക് വേണ്ടി സംരക്ഷിച്ചു വെച്ചതാണ്. ആ സംരക്ഷിച്ചു വെച്ച അള്ളാഹുവിന് നമുക്ക് നന്ദി പറയാം, അവന് ശുക്ർ പറയാം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രവാചകന്റെ സുന്നത്ത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ പറയും നബിയുടെ സുന്നത്ത് പിന്നെ പിൻപറ്റണ്ടേ എന്നുള്ളത്. റസൂലിന്റെ സുന്നത്ത് പിൻപറ്റേണ്ടതില്ലേ? റസൂലിന്റെ സുന്നത്ത് പിൻപറ്റേണ്ടതില്ലേ എന്ന് സാധാരണക്കാരായ ആളുകളോട് ഇവർ ചോദിക്കാറ്. ഇവർ റസൂലിന്റെ സുന്നത്തെടുക്കാത്ത ആളുകളാണ് എന്ന് നമ്മെക്കുറിച്ച് ഇവർ ആക്ഷേപിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ റസൂലിന്റെ സുന്നത്ത് എന്ന ഈ വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഈ പിന്നെ രണ്ടാം പ്രമാണത്തിന് തെളിവ് ധരിക്കുന്ന മറ്റൊരു പദം. സാധാരണ റസൂലിന്റെ സുന്നത്തെടുക്കുക എന്നുള്ള ആ ഒരു വഴി വെച്ചുകൊണ്ടാണ്, ആ ഒരു രീതി വെച്ചുകൊണ്ടാണ് ഇവർ
ഖുർആനല്ലാത്ത മറ്റൊരു മതസ്രോതസ്സിന്, അതായത് രണ്ടാം പ്രമാണത്തിനും മൂന്നാം പ്രമാണത്തിനുമൊക്കെ അഹ്ലുൽ ഹദീസുകാരായ പാരമ്പര്യവാദികളായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ തെളിവുണ്ടാക്കാറുണ്ട്. പക്ഷേ നമുക്കിവിടെ പറയാനുള്ളത് നബിയുടെ സുന്നത്തുർ റസൂൽ എന്ന ഒരു പദം പോലും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. റസൂലിലേക്ക് ചേർത്തുകൊണ്ട് സുന്നത്ത് എന്ന പദം പോലും വിശുദ്ധ ഖുർആനിൽ ചേർത്തിട്ടില്ല. മറിച്ച് ഖുർആനിൽ കാണുക സുന്നത്തുള്ള അള്ളാന്റെ സുന്നത്ത് എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. അല്ലാതെ സുന്നത്തുർ റസൂൽ എന്ന് ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. സുന്നത്തുള്ള എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് നമുക്ക് ഈ പദം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വഴി, മാർഗം എന്നിങ്ങനെ 2-3 അർത്ഥങ്ങളാണ് ഈ പദങ്ങൾക്കുള്ളത്. വിശ്വാസികളോടും ബഹുദൈവാരാധകരോടുമുള്ള ദൈവത്തിന്റെ, വിശ്വാസികളായ ആളുകളോടും ഇതിനെ നിഷേധിച്ച് തള്ളുകയും എതിർക്കുകയും ചെയ്യുന്ന ആളുകളോടുമുള്ള ദൈവത്തിന്റെ ഇടപെടലിനുള്ള മാർഗത്തിനാണ് സുന്നത്ത് എന്ന് ചില ആയത്തുകളിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പദം ആ ഒരു അർത്ഥത്തിനാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ബഹുദൈവാരാധകരുടെ സുന്നത്ത് അഥവാ അവരുടെ മാർഗം വിശ്വാസികൾക്കെതിരിൽ കുതന്ത്രം പ്രയോഗിക്കുകയും സത്യത്തിനെ തൊട്ട് അഹങ്കരിച്ച് പിന്മാറുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ സുന്നത്താകട്ടെ, അള്ളാഹുവിന്റെ സുന്നത്താകട്ടെ അവരുടെ ആ ദുഷിച്ച തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുക എന്നതാണ്. പരമകാരുണികൻ പറയുന്നത് നോക്കൂ: ഇസ്തിക്ബാറൻ ഫിൽ അർളി വമക്റ സയ്യി വലാ യഹീഖുൽ മക്റു സയ്യി ഇല്ലാ ബിഅഹ്ലിഹി ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീന ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. രാജ്യത്ത് വലിമ നടിക്കുവാനും വിദ്രോഹ ചിന്തയ്ക്കും വേണ്ടി, എന്നാൽ വിദ്രോഹ ചിന്ത അതിന്റെ ബന്ധുക്കളോടല്ലാതെ ചേരുകയില്ല. അപ്പോൾ അവർ പ്രാചീനരുടെ മാർഗമല്ലാതെ, പൂർവീകരുടെ മാർഗമല്ലാതെ കാണുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ മാർഗത്തിന് നീ ഒരിക്കലും ഒരു മാറ്റം കണ്ടെത്തുകയോ ദൈവത്തിന്റെ മാർഗത്തിന് തിരുത്ത് കണ്ടെത്തുകയോ ഇല്ല. ഇവിടെ സുന്നത്തുള്ള എന്നാണ് 2 സ്ഥലത്തും. ഈ വായത്തിൽ സുന്നത്തുള്ള എന്നും സുന്നത്തൽ അവ്വലീന എന്നുമല്ലാതെ ഇവിടെ റസൂലിന്റെ സുന്നത്ത് എന്ന് ഈ വചനത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ വിശുദ്ധ ഖുർആനിൽ സുന്നത്ത മൻ ഖദ് അർസൽനാ എന്ന് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതും പൂർവീകര ഈ മുഹമ്മദ് നബിയുടെ സുന്നത്ത് എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു പദം പോലും സുന്നത്ത, ഈ റസൂലിന്റെ സുന്നത്ത് എന്നുള്ള രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ പോലും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ള നിലക്ക്, പ്രയോഗിച്ചിട്ടില്ല എന്ന നിലക്ക് എന്നിരിക്കെ പിന്നെ എന്തിനാണ് നമ്മൾ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റാൻ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, റസൂലിന്റെ സുന്നത്ത് പിൻപറ്റാൻ ഖുർആൻ പറഞ്ഞിരിക്കുന്നു? ഇതൊരു സാധാരണക്കാരായ ആളുകൾക്കൊന്നും അറിയില്ല. സുന്നത്തുർ റസൂൽ എന്നൊക്കെ ഖുർആനിൽ ഉണ്ട് എന്നാണ് നമ്മുടെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളുടെ ധാരണ. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇനി നോക്കൂ മറ്റൊരായത്ത്. അപ്പൊ ആരാധകരായ ആളുകൾ പ്രവാചകനെയും വിശ്വാസികളെയും നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ നിഷ്ഫലമാക്കി കളയുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്, അവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവത്തിന്റെ സുന്നത്ത് എന്ന് പരമകാരുണികൻ വ്യക്തമാക്കുന്നു. ഇനി നോക്കൂ: നിന്റെ നാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കുവാൻ അവർ നിന്നെ വിരട്ടുക തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർ നിന്റെ പിറകിൽ അല്പമല്ലാതെ താമസിക്കുകയില്ല. സുന്നത്തമൻ ഖദ് അർസൽനാ ഖബ്ലക മിൻ റുസുലിനാ, പൂർവികരായ ഞാൻ അയച്ച നമ്മുടെ ദൂതന്മാരുടെ സുന്നത്ത് അതാണ്, അവരിൽ ഞാൻ നടപ്പാക്കിയ സുന്നത്ത് അതാണ് എന്നൊക്കെ പൂർവികരായ ഞാൻ അയച്ച എന്റെ ദൂതന്മാരെ നശിപ്പിക്കാനും രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കാനും നിഷ്കാസനം ചെയ്യാനും ഉന്മൂലനം ചെയ്യാനും വേണ്ടി അവിടുത്തെ നിഷേധികൾ പ്രവർത്തിക്കുന്നുണ്ടോ അന്നൊക്കെ ആ ശത്രുക്കളായ ആളുകളുടെ കുതന്ത്രങ്ങളെയും അതുപോലെ തന്നെ ആക്രമണങ്ങളെയും നശിപ്പിക്കുകയോ അവർക്ക് ശിക്ഷ നൽകുകയോ ചെയ്തിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അതാണ് സുന്നത്ത്. ഇത് നിർബന്ധമായ കാര്യമാണ്, അള്ളാഹു നിർബന്ധമായും സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. ഐച്ഛികമായ കാര്യം എന്ന അർത്ഥത്തിന് പോലും ഈ പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ. നിന്റെ മുമ്പ് നാം അയച്ചിരുന്ന നമ്മുടെ ദൂതന്മാരുടെ മാർഗമാണത്, നമ്മുടെ ആ മാർഗത്തിന് നീ ഒരു ഭേദഗതിയും കാണുകയില്ല. നമ്മുടെ ആ സുന്നത്തുണ്ടല്ലോ, പൂർവികരായ ആളുകളിൽ ഞാൻ നടപ്പാക്കിയ ആ സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തിന് നീ ഒരു ഭേദഗതിയും നിനക്ക്, ഒരു മാറ്റവും നിനക്ക് നീ കാണുകയില്ല. അപ്പൊ വിശ്വാസികൾ അവരുടെ വിശ്വാസം ശരിവെക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ ബഹുദൈവാരാധകരെ പരാജയപ്പെടുത്തി ഓടിക്കുക എന്നതാണ് ദൈവികമായ സുന്നത്ത് എന്ന് ദൈവം വ്യക്തമാക്കുന്നു. ഇനി നോക്കൂ, ആ കാര്യം വ്യക്തമാക്കുന്ന ഒരു വചനം നോക്കൂ:
വലൗ ഖാതലകുമുല്ലദീന കഫറു ലവല്ലവുൽ അദ്ബാര സുമ്മ ലാ യജിദൂന വലിയൻ വലാ നസീറ സുന്നത്തുല്ലാഹി അല്ലതി ഖദ് ഖലത് മിൻ ഖബ്ലു വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. വീണ്ടും പറയുന്നു. അപ്പൊ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ ശരിവെക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ, അതിനെ എതിർക്കുന്നവരായ ആളുകൾ, അതിനെ തള്ളിക്കളയുന്നവരായ ആളുകളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ സുന്നത്താണ് എന്നാണ് അള്ളാഹു പറയുന്നത്. നിഷേധിച്ചവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർ പിന്തിരിഞ്ഞോടുകയായിരിക്കും. പിന്നീട് അവർ തങ്ങൾക്കൊരു രക്ഷാധികാരിയെയോ ഒരു സഹായിയെയോ കണ്ടെത്തുകയില്ല. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, സുന്നത്തല്ലാഹി അല്ലതി ഖദ് ഖലത് മിൻ ഖബ്ലു, അള്ളാഹുവിന്റെ മുമ്പ് കഴിഞ്ഞു പോയ മാർഗമനുസരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി, ഒരിക്കലും അള്ളാഹുവിന്റെ സുന്നത്തിന് നിനക്ക് കാണാൻ കഴിയില്ല. തബ്ദീല, ഒരു മാറ്റം കണ്ടെത്തുകയുമില്ല, നീ ഒരിക്കലും കണ്ടെത്തുകയില്ല. അപ്പൊ നോക്കൂ എന്റെ സഹോദരങ്ങളെ, ഇവിടെയും സുന്നത്ത് എന്ന് ഉപയോഗിച്ചത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അല്ലാതെ നബിയുടെ സുന്നത്തല്ല. എവിടെയാണ് അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്? അല്ല, നബിയുടെ സുന്നത്ത്, റസൂലിന്റെ സുന്നത്ത് എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എവിടെയാണ്? ഒക്കെ അള്ളാഹുവിന്റെ സുന്നത്ത്. ഒരു സ്ഥലത്ത് സുന്നത്ത മൻ ഖദ് അർസൽനാ മിൻ റുസുലിനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ എന്ന് പറഞ്ഞു. നോക്കൂ, മുകളിൽ പറഞ്ഞ വചനങ്ങളിലെല്ലാം തന്നെ നിഷേധികളും ബഹുദൈവാരാധകരും പ്രവാചകന്മാരെയും വിശ്വാസികളെയും എതിർക്കുകയും നാട്ടിൽ നിന്ന് തന്നെ ആട്ടിയോടിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അവരുടെ മേൽ ദൈവം സ്വീകരിക്കുന്ന ശിക്ഷാ നടപടിയുടെ മാർഗത്തെക്കുറിച്ചാണ് സുന്നത്തുള്ള എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. മാത്രമല്ല, അതിന് യാതൊരു മാറ്റമോ ഭേദഗതിയോ ഇല്ല എന്നും അള്ളാഹു വ്യക്തമാക്കുന്നു. എന്നാൽ നമ്മുടെ സഹോദരങ്ങളെ, പറയുന്ന സുന്നത്താകട്ടെ നബിയുടെ സുന്നത്തിനാണ് അവർ പറയുന്നത് ഈ വാക്ക്. പിന്നെ നമ്മുടെ ഈ സുന്നത്ത് കല്യാണം ഒക്കെ അതൊക്കെയാണ് സുന്നത്ത് കല്യാണം, മറ്റേ സുന്നത്ത്, ദിക്ർ സുന്നത്ത്, നിസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്, ശേഷം 2 റക്അത്ത് സുന്നത്ത്, ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ. ഇങ്ങനത്തെ സുന്നത്തുകളെ കുറിച്ചാണ് നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോ ഈ സുന്നത്ത് നോക്കി, അങ്ങനെ ഒരു സുന്നത്ത് കല്യാണം മറ്റു കാര്യമൊന്നുമല്ല. അള്ളാഹുവിന്റെ സുന്നത്ത് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നോക്കൂ, നബിയുടെ പേരും പറഞ്ഞ് മുസ്ലിം സമൂഹത്തിൽ മേൽ അടിച്ചേൽപ്പിച്ച ഒരു ശിക്ഷാ നടപടി ആ അർത്ഥത്തിലെടുത്ത ഈ സുന്നത്ത് ശരിയാണ്. അള്ളാഹു നിഷേധികളുടെ മേൽ സ്വീകരിക്കുന്ന ഒരു ശിക്ഷാ നടപടിക്ക് ആണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവര് ഈ സുന്നത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് മുസ്ലിം സമൂഹത്തിന്റെ മേൽ പ്രവാചകന്റെ പേരിൽ, ഹദീസുകൾ എന്ന പേരിൽ കെട്ടിച്ചമച്ച് ഈ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു ശിക്ഷാ നടപടിക്കാണ് ഈ സുന്നത്ത് എന്ന് ഇവർ പേരിട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ പ്രവാചകന്റെ ചര്യക്കൊന്നുമല്ല. പ്രവാചകനൊന്നും അങ്ങനെ ചെയ്യുന്ന, ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല പ്രവാചകൻ. ആ രൂപത്തിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞ അർത്ഥം ശരിയാവും. അല്ലാതെ ഐച്ഛികമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഈ പദം ഉപയോഗിച്ചിട്ടേ ഇല്ല. മദീനയിലെ മുനാഫിക്കുകൾ നബിക്കെതിരിലും ഗൂഢാലോചന നടത്തിയപ്പോൾ ബഹുദൈവ ആരാധകരോട് സ്വീകരിച്ച അതേ മാർഗം തന്നെയാണ് ദൈവം അവലംബിച്ചത് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നത് നോക്കൂ. അത് വ്യക്തമാക്കുന്നത് 33:62 സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ലു വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഇവരിൽ ഞാൻ സ്വീകരിച്ച ഈ നടപടി പൂർവികരായ ആളുകളിൽ ഞാൻ സ്വീകരിച്ച അതേ നടപടിയാണ്. ആ നടപടിക്ക് നിനക്കൊരു മാറ്റവും കണ്ടെത്താൻ കഴിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം പ്രവാചകന് ഒരു വിഷമവും ഉണ്ടാവരുതെന്നും പൂർവികരിൽ അള്ളാഹു സ്വീകരിച്ച മാർഗം അതാണെന്നും അള്ളാഹു വ്യക്തമാക്കുന്നു. സുന്നത്തുല്ലാഹിൽ ഫില്ലദീന ഖലൗ മിൻ ഖബ്ലു വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ കൽപ്പന നിർണിതമായ ഒരു നിശ്ചയമായിരിക്കെ കഴിഞ്ഞുപോയവരിലെ അള്ളാഹുവിന്റെ സുന്നത്ത് നിനക്ക് അള്ളാഹു നിശ്ചയിച്ചതിൽ പ്രവാചകന് യാതൊരു കുറ്റവും ഉണ്ടായിരുന്നില്ല എന്ന് സൂറത്ത് അഹ്സാബ് 38-ാം വചനത്തിൽ പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സുന്നത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ പാരമ്പര്യവാദികളായ മുസ്ലിങ്ങളാകട്ടെ ഐച്ഛികമായ കാര്യത്തിനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഖുർആനിക വിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതാണല്ലോ നമ്മുടെ സഹോദരങ്ങളുടെ ജോലി. അല്ലെങ്കിൽ ഖുർആനിലെ ഏത് ആയത്തിൽ നിന്നാണ് ഐച്ഛികമായ കാര്യം എന്ന അർത്ഥം ഇവർക്ക്, നമ്മുടെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് ഈ സുന്നത്ത് എന്ന പദത്തിന് കിട്ടിയത്? അങ്ങനെ ഒരു സ്ഥലത്ത് പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും അവർ ഈ പദം ആ രൂപത്തിൽ ഉപയോഗിച്ചത് മനഃപൂർവ്വമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ വിശദീകരണമൊക്കെ ഇപ്പൊ നമ്മൾ എല്ലാ സുന്നത്ത് വന്ന സ്ഥലങ്ങളൊക്കെ വിശദീകരിച്ചു.
വിശുദ്ധ ഖുർആനിൽ സുന്നത്ത് എന്ന പദം വന്ന സ്ഥലങ്ങളൊക്കെ വിശദീകരിച്ചു. അവിടെയൊന്നും സുന്നത്ത നബി അല്ലെങ്കിൽ സുന്നത്ത മുഹമ്മദ് അല്ലെങ്കിൽ സുന്നത്ത അർ റസൂൽ, ഈ റസൂലിന്റെ സുന്നത്ത്, ഈ നബിയുടെ സുന്നത്ത് അല്ലെങ്കിൽ മുഹമ്മദിന്റെ സുന്നത്ത് എന്ന അർത്ഥത്തിൽ ഖുർആനിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചതായിട്ട് എന്റെ സഹോദരങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പിന്നീട് അവർ ചോദിക്കും, എങ്കിൽ നബിക്ക് സുന്നത്തില്ലെങ്കിൽ നബിയുടെ ഉസുവത്ത് പിൻപറ്റേണ്ടത്. സുന്നത്തപ്പവിടെ സുന്നത്തുർ റസൂൽ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊ അവർക്ക് ചോദിക്കല്ല, അപ്പൊ നബിയുടെ ഉസുവത്ത് വേണ്ടേ? മാതൃക, നബിയുടെ ഉസുവത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് സുന്നത്തെന്ന് ഞങ്ങൾ പറയുന്നത് എന്ന്. നബിയുടെ ഉസുവത്ത്. ഇനി ആ ഉസുവത്ത് എവിടുന്ന് കിട്ടും? ആ ഉസുവത്ത്, നബിയുടെ ഉസുവത്ത് ഖുർആനിൽ നിന്നാ കിട്ടുക. പൂർവികരായ ഇബ്രാഹിം നബിയുടെ കൂടെയുള്ള അനുയായികളിലും നിങ്ങൾക്ക് ഉസുവത്തുണ്ടെന്ന് എന്ന് ഖുർആനിൽ പറഞ്ഞു. ആ ഉസുവത്ത് നബിക്കും നബിയുടെ കൂടെയുള്ള സഹാബികൾക്കും എവിടെ നിന്ന് കിട്ടി? അവര് മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് തെരഞ്ഞു കണ്ടുപിടിച്ചതാണോ ഇബ്രാഹിമിന്റെയും വല്ലദീന ആമനൂ മഅഹു, ഇബ്രാഹിമിന്റെ കൂടെയുള്ള ആളുകളുടെയും ഉസുവത്ത്? അല്ല, അവർക്ക് ഖുർആനിൽ നിന്ന് കിട്ടി. എന്ന പോലെ നബിയുടെ ഉസുവത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഖുർആനിൽ നിന്ന് കിട്ടും. അത് തന്നെ ഒരു സമയം, ഒരു കാര്യം പറഞ്ഞെടുത്താണ് ആയത്തന്നെ പറയണത്. അതിന് ഞാൻ വിശദീകരിച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അള്ളാഹുവിനെ ധാരാളം അനുസ്മരിച്ചും അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും ആഗ്രഹിച്ചും കൊണ്ടിരിക്കുന്നവർക്കുള്ള ഉത്തമമായ ഒരു മാതൃക അള്ളാഹുവിന്റെ ദൂതനിൽ ഉണ്ടായിരുന്നല്ലോ. ലഖദ് കാന, ഉണ്ടായി തീർന്നിരുന്നല്ലോ. നിങ്ങൾക്ക് ഉണ്ടെന്നില്ല, ഉണ്ടായി തീർന്നിരുന്നു. എപ്പോൾ? ഇവിടെ അള്ളാഹുവിന്റെ ദൂതനിൽ ഉസ്വത്തുൻ ഹസനത്തുൻ, നല്ല മാതൃക ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ദൂതനിൽ സുന്നത്തുൻ ഹസനത്തുൻ, നല്ല സുന്നത്തുണ്ട് എന്നല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഈ ഉസ്വത്ത് എടുത്ത് നിങ്ങൾ സുന്നത്തിൽ കൊണ്ടുപോകാം? റസൂലിൽ സുന്നത്തുൻ ഹസനത്ത് ഉണ്ട് എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി എന്നാൽ പിന്നെ ഈ പറഞ്ഞ വചനത്തിന്റെ ആശയവും സന്ദർഭവും എന്താണെന്ന് നമ്മൾ ഒന്ന് നന്നായി മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഈ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാൻ. അഹ്സാബിൽ തടിച്ചുകൂടിയവരിൽ 2 വിഭാഗക്കാരുണ്ടായിരുന്നു. ഒന്ന് പോരാട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയ കപടവിശ്വാസികൾ. അതാണ് അള്ളാഹു പറയുന്നത്, വൈദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. അള്ളാഹുവും അവന്റെ ദൂതനും വഞ്ചനയല്ലാതെ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് കപടവിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും പറഞ്ഞിരുന്ന സന്ദർഭത്തിലും അതാണ് 2 തരം ആളുകൾ ഉണ്ടായിരുന്ന അഹ്സാബിൽ തടിച്ചുകൂടിയ. ഒന്ന് കപടന്മാർ, രണ്ടാമത്തെ വിഭാഗം പരസ്പരം ആശ്രയിക്കുകയും സഹകരിക്കുകയും പ്രവാചകന്റെ കൂടെ ഉറച്ചു നിൽക്കുകയും ചെയ്ത വിശ്വാസികൾ. അത് നോക്കൂ, അള്ളാഹു പറയുന്നത് വിശ്വാസികൾ ആ സംഘങ്ങളെ കണ്ടപ്പോഴാകട്ടെ അവർ പറഞ്ഞു, അല്ലാഹുവും അവന്റെ ദൂതനും നമ്മളോട് വാഗ്ദാനം ചെയ്തത് ഇതാണ്. വസദഖല്ലാഹു റസൂലുഹു, അല്ലാഹുവും അവന്റെ ദൂതനും സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ, അവർക്ക് വിശ്വാസവും അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത് അംഗീകരിക്കാനുള്ള ആ കാര്യവുമല്ലാതെ ഇത് അവരിൽ വർദ്ധിപ്പിച്ചതുമില്ല. അപ്പൊ അവർക്ക് വിശ്വാസത്തെയും സുരക്ഷിതത്വത്തെയും അല്ലാതെ അത് വർദ്ധിപ്പിച്ചതുമില്ല. അപ്പൊ അഹ്സാബ് യുദ്ധവേളയിൽ പ്രവാചകന്റെ കൂടെ ഉറച്ചു നിൽക്കാനും മേൽപ്പറഞ്ഞ രൂപത്തിൽ പ്രതികരിക്കാനുമുള്ള മാതൃക നിങ്ങൾക്ക് റസൂലിൽ ഉണ്ടായിരുന്നു അല്ലോ എന്നാണ് 33:22 അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പ്രവാചകനിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ അള്ളാഹുവും അവന്റെ ദൂതനും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഇതാണെന്ന് പറഞ്ഞു ഉറച്ചു നിൽക്കാനുള്ള ആ മാതൃക പ്രവാചകനിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സമയത്തിൽ ഉണ്ടായി തീർന്നുവല്ലോ എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലാതെ മൊത്തത്തിൽ എല്ലാ വിഷയത്തിലേക്കും ചൂണ്ടിയിട്ടല്ല ഈ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ വചനത്തിന്റെ സന്ദർഭം അതാണ്. ഇനി ഇവർ പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലുമാണെങ്കിൽ ആ ഉസ്വത്ത് ഖുർആനിലാണുള്ളത്. വിശ്വാസികൾ സങ്കീർണമായ ഒരു രംഗത്ത് പ്രവാചകൻ കാണിച്ച അസാധാരണമായ ധീരതയെ പിന്തുടരുകയും ഉന്നതിയിലെത്തുകയും ചെയ്തു. അങ്ങനെ പ്രവാചകനെ പിന്തുടരാനും ആ അതിസങ്കീർണമായ ആ ഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള മാതൃകയും പ്രവാചകനിൽ നിങ്ങൾക്കുണ്ടായിരുന്നുവല്ലോ എന്നാണ് ആ പറഞ്ഞത്.
അങ്ങനെ ഉറച്ചു നിന്നപ്പോൾ ആ സഹാബികൾ, മുഅ്മിനുകൾ, വിശ്വാസികൾ ഉന്നതിയിലെത്തി തീർന്നു. അതാണ് ഖുർആൻ പറയുന്നത്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹു അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തളിറു വമാ ബദ്ദലു തബ്ദീല. ആ വിശ്വാസികളിലാണ് തങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത ഉടമ്പടി സത്യപ്പെടുത്തിയ ഉന്നതന്മാരായ ആളുകളുള്ളത്. അവരിൽ തന്നെ തങ്ങളുടെ ശബ്ദം യാതൊരു മാറ്റവും വരുത്താതെ നിർവഹിച്ചവരുമുണ്ട്. അവരിൽ തന്നെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഇവിടെ റസൂലിലുള്ള ഉസ്വത്ത്, മാതൃക, നബിയുടെ ജീവിതത്തിലുണ്ടായ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ മാതൃകയാകട്ടെ, ആ ഉസ്വത്താകട്ടെ, അതിരുകൾ നിശ്ചയിക്കപ്പെട്ട ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് താനും. ഒന്നുകൂടി വിശദമാക്കിയാൽ, കപടവിശ്വാസികൾ നബിയെ വിട്ട് ഓടിപ്പോയപ്പോൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നബിയുടെ പിറകിൽ ആ ഒരു സങ്കീർണമായ ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള മാതൃക ഈ പ്രവാചകനിൽ ഉണ്ടായിരുന്നല്ലോ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതേ ആശയം തന്നെയാണ് മുഹമ്മദ് നബിയോടും വിശ്വാസികളോടും നിങ്ങൾക്ക് ഇബ്രാഹിമിലും കൂടെയുള്ള വിശ്വാസികളിലും നല്ല മാതൃകയുണ്ടെന്ന് പറഞ്ഞ വചനത്തിലും അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം നബിയും കൂടെയുള്ള വിശ്വാസികളും അവരുടെ സമൂഹം ചെയ്തിരുന്ന, ഇബ്രാഹിം നബിയുടെയും കൂടെയുള്ള വിശ്വാസികളുടെയും സമൂഹം ചെയ്തിരുന്ന ബഹുദൈവ ആരാധനയിൽ നിന്ന് തങ്ങൾ ഒഴിവ് ഞങ്ങൾ അതിനില്ല, ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ കാര്യത്തിലുള്ള ആ നല്ല മാതൃക പിന്തുടരാനാണ് നബിയോടും വിശ്വാസികളോടും അള്ളാഹു പറഞ്ഞത്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ പ്രവാചകനും അനുജന്മാരും ഇബ്രാഹിം നബിയുടെയും കൂടെയുള്ള ആളുകളുടെയും ബഹുദൈവാരാധനയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണെന്ന് പറഞ്ഞൊഴിഞ്ഞ ആ വിശ്വാസികളുടെയും ഇബ്രാഹിമിന്റെയും മാതൃക ഇറാഖിലൂടെയോ മറ്റു ഇബ്രാഹിം ജീവിച്ച ഏതെങ്കിലും നാടുകളിലൂടെയോ അല്ലെങ്കിൽ ഇബ്രാഹിം എത്തിനോക്കുക പോലും ചെയ്യാത്ത രാജ്യങ്ങളിലൂടെയോ പോയി തെരഞ്ഞ് കണ്ടുപിടിച്ച് മാന്തിയെടുത്ത് പുറത്തെടുക്കാനല്ല ഉസ്വത്ത്. മറിച്ച് എവിടുന്ന് കിട്ടി? ആ സന്ദർഭം ഏതാണെന്ന്, ആ അവരിൽ മാതൃകയുള്ള സന്ദർഭം ഏതാണെന്ന് അത് ഖുർആൻ തന്നെ വ്യക്തമാക്കി. നോക്കൂ, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. നിങ്ങൾക്ക് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ. മറ്റത് ലഖദ് കാന ലക്കും എന്ന നബിയോട് പറഞ്ഞു, നബിയുടെ ഉസ്വത്ത് പറഞ്ഞപ്പോ അതേ പ്രയോഗം തന്നെ. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ, നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനത്തുണ്ടായിരുന്നു ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹീമിലും ഇബ്രാഹീമിന്റെ കൂടെയുള്ള ആളുകളിലും. ഇത് ഖാലു ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് പറഞ്ഞ വേളയിൽ, ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവരാണ്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹി, ദൈവത്തിന് പുറമെ മറ്റേത് ശക്തികളുടെയും ആളുകളുടെയും നിയമങ്ങൾക്കും നിയമസംഹിതകൾക്കുമാണ് നിങ്ങൾ അനുസരിച്ച് വണങ്ങിക്കഴിയുന്നത്, അവരിൽ നിന്നും ഒക്കെ ഞങ്ങൾ ഒഴിവാണ്. അപ്പൊ നോക്കൂ, ഇബ്രാഹിമിലും തന്നോടൊപ്പം ഉണ്ടായിരുന്നവരിലും നിങ്ങൾക്കൊരു നല്ല മാതൃകയുണ്ടായിരുന്നുവല്ലോ. അതായത് അവർ തങ്ങളുടെ ജനതയോട് ഇങ്ങനെ പറഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളിൽ നിന്നും നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്നും തീർച്ചയായും ഞങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് എന്ന് സൂറത്ത് മുംതഹിനയിലെ അൽ മുംതഹിന 4-ാം വചനത്തിൽ പറഞ്ഞു. ആ ഉസ്വത്ത് ഇബ്രാഹിമിന്റെയും ഇബ്രാഹിമിന്റെ കൂടെയുള്ള ആളുകളുടെയും ഉസ്വത്ത് തെരഞ്ഞുകൊണ്ട് പ്രവാചകനോ അനുജന്മാരോ മക്കയിലൂടെയോ ഇറാഖിലൂടെയോ മദീനയിലൂടെയോ തെരഞ്ഞു നടന്നില്ല. ആ മാതൃക എവിടെ നിന്ന് കിട്ടി? വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടി. എന്നതുപോലെ നമുക്കുള്ള മാതൃക എവിടെ നിന്ന് കിട്ടും? വിശുദ്ധ പ്രവാചകന്റെ മാതൃക എവിടെ നിന്ന് കിട്ടും? ഖുർആനിൽ നിന്ന് കിട്ടും. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വചനമാണ്. അത് ആമായിട്ട് പൊതുവായി പറഞ്ഞ ഒരു സന്ദർഭമല്ല. ഈ ഇബ്രാഹിം നബിയുടെയും കൂടെയുള്ള ആളുകളുടെയും കാര്യം പറഞ്ഞതുപോലെ. ഇനി നോക്കൂ, ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ, ആ ഇബ്രാഹിമിന്റെ കൂടെയുള്ള ആളുകളിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനത്തുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അതേ മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ അതേ ആയത്ത് പോലെ തന്നെ. അവിടെ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ, വേറെ അതേപോലെ തന്നെ. ലഖദ് കാന ലക്കും, അതേപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ എന്നില്ലോടത്ത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി എന്നില്ലോടത്ത് ഫീഹിം എന്നാക്കി, ആ ജനങ്ങളിൽ എന്നാക്കി. മറ്റത് ഫീ റസൂലില്ലാഹി എന്നായത് ഫീഹിം ജനങ്ങളിൽ എന്നാക്കി. ഉസ്വത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ. അത് വിചാരിച്ചിട്ട് ഇത് രണ്ടും ഒരേപോലെയുള്ള ആയത്ത്, അത് വിചാരിച്ചിട്ട് ഇബ്രാഹിം നബിയുടെ കൂടെ ജീവിച്ച ആളുകളുടെ സുന്നത്ത് ഉസ്വത്ത് തെരഞ്ഞുകൊണ്ട് ഒരു പ്രയോഗത്തിൽ ഒരു മാറ്റവുമില്ല. ഫീഹിം എന്നുള്ളടത്ത് ഫീ റസൂലില്ലാഹി എന്ന്
റസൂലുള്ളാഹി എന്ന് മാത്രം വന്നു. എന്നിട്ട് അള്ളാന്റെ റസൂലിൽ മറ്റത് പ്രവാചകന്റെ കൂടെയുള്ള ഇബ്രാഹിം നബിയുടെ കൂടെയുള്ള ആ ജനങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന ഒരു വ്യത്യാസം മാത്രം. ഇത് വിചാരിച്ചുകൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബിയോ അനുചരന്മാരോ ഇബ്രാഹിം നബിയുടെ കൂടെ ജീവിച്ച ആളുകളിൽ തങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവര് ചെയ്തതും അവര് മൂത്രമൊഴിക്കാനിരുന്നതും അവർ കക്കൂസിൽ പോയതും അവർ ഭാര്യമാരെടുത്ത് എങ്ങനെ കിടന്നുറങ്ങിയിരുന്നു എന്നുള്ളതൊക്കെ അതുപോലെയുള്ള അവരിലൊക്കെയാണല്ലോ ഇവരുടെ സുന്നത്ത്. എങ്ങനെയാണ് സുന്നത്ത് കല്യാണം അവർ കഴിച്ചിരുന്നത് എന്നൊക്കെ പരിശോധിച്ച് കണ്ടുപിടിക്കാൻ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു അവർ ചെയ്തത്. അല്ലല്ലോ, അവർക്കുള്ള ആ ഉസ്വത്തുൻ ഹസനത്ത് എവിടെ നിന്ന് കിട്ടി? പ്രവാചകന് ഖുർആനിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് പ്രവാചകന്റെ ഉസ്വത്തുൻ ഹസനത്ത് ഇനി നമുക്ക് എവിടെ നിന്ന് കിട്ടും? വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടും. അതാണ് പറയുന്നത്. അത് ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഈ വിഷയത്തിലുള്ള ഏത് വിഷയത്തിലാണെന്നുള്ള സന്ദർഭവും സാഹചര്യവും മുകളിൽ അല്ലാഹു വ്യക്തമാക്കി. ഇവിടെ ഇബ്രാഹിമിന്റെ ജനതയിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പ്രവാചകനും അനുയായികളും ബുഖാരി ചെയ്തതുപോലെ തെരഞ്ഞു നടക്കുകയായിരുന്നില്ല. അവർ അത് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉപാധിയോടുകൂടിയുള്ള പിന്തുടരലാണ് അള്ളാഹു ഇവിടെയെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഉപാധിയില്ലാതെ പിന്തുടരാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ കിതാബിനെ മാത്രമേ ഉള്ളൂ. ഇവിടെയാകട്ടെ അതിരുകൾ നിർണയിക്കപ്പെട്ട കാര്യത്തിലാണ് പിന്തുടരേണ്ടത്. പൂർവ്വപ്രവാചകന്മാരെ പിന്തുടരാൻ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവരെ പിന്തുടരാനല്ല, അവരുടെ ഹുദ പിന്തുടരാനാണ് പറഞ്ഞത് എന്ന് നാം മുമ്പ് സൂചിപ്പിച്ചല്ലോ. ഇവിടെ അവരെ ആ ആയത്ത് ഞാൻ നിങ്ങളെ മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ട്. ഉലായിക്കല്ലദീന ഹദാഹുല്ലാഹു, ഹദല്ലാഹു, അവരേക്ക് അള്ളാഹു ഹിദായത്തിലാക്കിയവരാണ്. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹുദയെ അവരെ പിന്തുടരുക എന്നല്ല, അവരുടെ ഹുദയെ പിന്തുടരുക എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയോട് ഇബ്രാഹിം നബിയെ പിൻപറ്റാൻ പറഞ്ഞപ്പോഴും നാം അവിടെ സൂചിപ്പിച്ചു, ഇബ്രാഹിം നബിയെ പിൻപറ്റാനല്ല, ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റാനാണ് കൽപ്പിച്ചത് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഉസ്വത്തുൻ ഹസന ഏതൊക്കെ സന്ദർഭത്തിലാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കി. മുഹമ്മദ് നബി ഒരിക്കലും ഇബ്രാഹിം നബിയുടെയോ കൂടെയുള്ള വിശ്വാസികളുടെയോ ഉസ്വത്തുൻ ഹസന അള്ളാഹു അവരിൽ ഞങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ഉസ്വത്തുൻ ഹസന തേടിക്കൊണ്ട് പൂർവികർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളൊന്നും തന്നെ പ്രവാചകൻ തേടിപ്പോയതായിട്ട് അറിവില്ല. മുഹമ്മദ് നബിയുടെ നല്ല മാതൃകയും ഇനി നമുക്ക് പൂർവികരായ ആളുകൾ എഴുതി വെച്ച ആ കിതാബുകൾ തേടിപ്പോകേണ്ടതില്ല. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നല്ല മാതൃക നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്, ഉസ്വത്തുൻ ഹസനത്ത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നാണ് കിട്ടുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇവർ സാധാരണ പറയാനുള്ള മറ്റൊരു ആയത്ത് കൂടി നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഹദീസിന് തെളിവ് പറയാൻ, രണ്ടാം പ്രമാണത്തിന് തെളിവ് പറയാൻ, ഇസ്ലാമിനൊരു രണ്ടാമത്തെ മതസ്രോതസ്സുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾ പറയാനുള്ള മറ്റൊരു വചനവും കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു വത്തഖുല്ലാഹ്. ഈ ആയത്താണ് ഇനി രണ്ടാം പ്രമാണത്തിന് ഇസ്ലാമിനൊരു മതസ്രോതസ്സായിക്കൊണ്ട് ഖുർആനിന് പുറമെ മറ്റു ഒരു മതസ്രോതസ്, രണ്ടാം പ്രമാണം അല്ലെങ്കിൽ ഒരു മൂന്നാം പ്രമാണം ഒക്കെ ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളായ പണ്ഡിതന്മാർ സാധാരണ ഉദ്ധരിക്കാറുള്ള ഒരു വചനമാണിത്. ഖുർആനിന് പുറമെ ഇസ്ലാമിൽ മറ്റൊരു മതഗ്രന്ഥത്തിന്റെ ആവശ്യകത തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ഈ ആയത്ത് നമ്മുടെ സഹോദരങ്ങൾ പൂർവികർ മനഃപൂർവ്വം ഉദ്ധരിച്ചതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത്, ഈ വചനത്തിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അർത്ഥത്തെ വളച്ചൊടിച്ചും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുമാണ് ഇങ്ങനെ ഒരു ആയത്ത് കൊണ്ട് ഇവർ ഒരു രണ്ടാം പ്രമാണത്തിന് തെളിവുണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ദൈവിക വചനങ്ങൾക്ക് അർത്ഥം നൽകി വളച്ചൊടിക്കുക എന്നുള്ളത് പൂർവികരായ ആളുകൾ ചെയ്ത അതേ പണി തന്നെയാണ് നമ്മുടെ പാരമ്പര്യവാദികളായ മുസ്ലിങ്ങളും ചെയ്തു പോന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി നോക്കൂ, ഈ വചനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അതിന്റെ സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് ഈ വചനത്തെ ഒന്ന് മനസ്സിലാക്കാം. മാ ആഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർറസൂലി വലിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനി വബിനിസ് സബീലി കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഈ ആയത്തിന്റെ സന്ദർഭം പ്രത്യേകമായിട്ട് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കും.
റസൂല് തന്ന ഒരു രണ്ടാം പ്രമാണത്തെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത്? അതല്ല, റസൂല് നമുക്ക് എന്താണ് ഇവിടെ തരുന്നത്, റസൂല് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ വാങ്ങിച്ചുകൊള്ളൂ, നിങ്ങളെ തടഞ്ഞതിൽ നിന്ന് മാറി നിന്നോളൂ എന്ന് പറയുന്നത് ഏതാണ് കാര്യം? ഏതാണ് കാര്യം എന്നുള്ളത് അതിന്റെ സന്ദർഭത്തിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രാമങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു തന്റെ ദൂതന് തിരികെ കൊടുത്തത് എന്തായാലും അത് അള്ളാഹുവിനും അവന്റെ ദൂതനും ഉറ്റ ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും ഈ മാർഗപുത്രനുമാകുന്നു. ദൈവദൂതൻ നിങ്ങൾക്ക് എന്ത് നൽകുന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹം നിങ്ങളെ എന്തിനെ തൊട്ട് തടയുന്നുവോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിയുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുകയും തീർച്ചയായും അള്ളാഹു ശിക്ഷ കഠിനമായവനാവുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും സംതൃപ്തിയും തേടിക്കൊണ്ട് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സഹായിച്ചു കൊണ്ടിരിക്കെ തങ്ങളുടെ വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഒഴിഞ്ഞു പോകുന്ന ദരിദ്രർക്ക് അവർ തന്നെയാണ് സത്യസന്ധന്മാർ. ഈ സൂറത്ത് അൽ ഹശർ 7-8 വചനങ്ങൾ ഏത് കാര്യമാണ് അവിടെ പറയുന്നത് എന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഈ വചനത്തിൽ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം പ്രവാചകനിലേക്ക് വന്നു ചേരുന്ന ഒരു സമ്പത്തിനെ കുറിച്ച്, ഒരു ഫൈ എന്നാണ് അതിന് പറയാറുള്ളത്, ആ സമ്പത്ത് ആർക്കൊക്കെ വീതം വെച്ചു കൊടുക്കണം, ഓഹരി വെച്ചു കൊടുക്കണം, അത് ആർക്കൊക്കെ നൽകണമെന്ന് എന്ന കാര്യമാണ് ഈ വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നത്. അപ്പോ ഗ്രാമങ്ങളിൽ നിന്ന് തങ്ങൾക്ക് കിട്ടിയ സമ്പത്ത് പ്രവാചകൻ അത് ഓഹരി വെക്കേണ്ടതിനെ കുറിച്ചും അത് ആർക്കൊക്കെ ഓഹരി വെച്ച് കൊടുക്കണമെന്നുള്ളതിനെ കുറിച്ചും വിവരിക്കുന്ന ഈ ആയത്ത് അങ്ങനെ നൽകുമ്പോൾ പിന്നീട് നൽകി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷവും അവിടെ കൈനീട്ടി അല്ലെങ്കിൽ ഞങ്ങൾ സാമർത്ഥ്യം കൊണ്ട് തങ്ങൾക്ക് ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ നിൽക്കരുത്. പ്രവാചകൻ നിങ്ങൾക്ക് എന്താണോ ആ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയത് അത് നിങ്ങൾ എടുക്കുകയും പ്രവാചകൻ നിങ്ങളെ തൊട്ട് തടഞ്ഞാൽ നിങ്ങൾക്ക് അത് മതി, ഇനി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് വിലക്കിയാൽ നിങ്ങൾ പിന്നെ അവിടെ അതിനു വേണ്ടി ചോദിച്ചു നിൽക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ വചനത്തെ കൊണ്ടുപോയി രണ്ടാം പ്രമാണത്തിന് തെളിവാക്കി. ഇതാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മനഃപൂർവ്വം ദൈവിക വചനങ്ങൾക്ക് കള്ള അർത്ഥം പറയുക, നുണ പറയുക എന്റെ സഹോദരങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത്. ഇവിടെ അത് ആർക്കൊക്കെ നൽകണമെന്ന് ഇതിൽ ഒരു വിഹിതം അള്ളാഹുവിനും അവന്റെ ദൂതനും ഉള്ളതാണ്. ഇവർ പറഞ്ഞ അള്ളാഹുവിനും ദൂതനും തന്നെ ഇവരുടെ ഭാഷപ്രകാരം 100 റുപ്യ കിട്ടിയ 50 റുപ്യ അള്ളാഹുക്കും 50 റുപ്യ ലഭിക്കും. അങ്ങനെ വരികയും, കാരണം അള്ളാഹുവിനും ദൂതനും തന്നെ ഏത് അള്ളാഹുവിനും ദൂതനും അള്ളാഹുവിലേക്ക് ദൂതനിലേക്ക് അള്ളാഹുവിനനുസരിക്കുക ദൂതനനുസരിക്കുക എന്നൊക്കെ പറഞ്ഞ ഇവർ രണ്ടായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഒരു സമ്പത്തിന്റെ ഒരു വിഹിതം അള്ളാഹുവിനും റസൂലിനും എന്ന് പറഞ്ഞാൽ അത് റസൂൽ കൈകാര്യം ചെയ്യേണ്ടതാണ്, അല്ലാതെ പകുതി എടുത്ത് അള്ളാഹ് അയക്കല്ല. ഇങ്ങനെ റസൂൽ കൈകാര്യം ചെയ്യുന്ന ഈ സമ്പത്തിൽ നിന്ന് ഒരു ഭരണകർത്താവ് എന്നുള്ള നിലക്ക്, ഒരു ഫണ്ട് എന്നുള്ള നിലക്ക്, ഒരു ദുരിതാശ്വാസ ഫണ്ടൊക്കെ ഉണ്ടാവും മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കൊക്കെ ഇപ്പോൾ എന്നതുപോലെ പ്രവാചകനുള്ള ജനങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ പ്രയാസവും ദുരിതവും പ്രത്യേകമായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പ്രവാചകന് നീക്കിവെക്കുന്ന ഈ വിഹിതത്തിൽ നിന്ന് പ്രവാചകൻ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ അത് നിങ്ങൾ മേടിക്കുക, അത് നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക. ഇനി തന്നില്ല, നിങ്ങളെ തൊട്ട് വിലക്കിയാലോ അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുകയും അകലുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ ആയത്തിനെ കൊണ്ടുപോയി എത്ര എളുപ്പമാണ് നോക്കൂ രണ്ടാം പ്രമാണത്തിന് തെളിവാക്കിയത്. ഇങ്ങനെ സ്വത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട പറഞ്ഞ വചനത്തെ സന്ദർഭത്തിൽ നിന്ന് മുറിച്ചു മാറ്റി റസൂൽ നൽകിയ ഹദീസിനെ സ്വീകരിക്കാൻ ആക്കി മാറ്റി അതിലൂടെ രണ്ടാം പ്രമാണത്തിന് തെളിവുണ്ടാക്കി. നമ്മുടെ ഈ സഹോദരങ്ങളുടെ കുതന്ത്രം എത്രമാത്രം വിചിത്രമാണെന്ന് നാം ഒന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, ഒമാ ആതാക്കും റസൂല് നിങ്ങൾക്ക് നൽകിയത് ഹദീസാണെങ്കിൽ ഒമാ നഹാക്കും അൻഹു നിങ്ങളെ തൊട്ട് വിലക്കിയ ആ ഒന്നേത്, അത് രണ്ടും ഒന്ന് തന്നെയാണ്, സമ്പത്താണ് അവിടെ. രണ്ടും ഈ നബിയുടെ ഈ വിഹിത നമുക്ക് പറയാനുള്ളത്. പക്ഷേ നബിയുടെ സുന്നത്തെന്നോ ഹദീസെന്നോ ഇതിന് അർത്ഥം കൊടുത്താൽ മാ ആതാക്കും റസൂല് നിങ്ങൾക്ക് നൽകിയത് ഹദീസാണെങ്കിൽ നബിയെ നിങ്ങളെ തൊട്ട് വിലക്കിയത് ഏതാണ്, അതും ഹദീസാണോ? കാരണം ഇത് രണ്ടും മാ ആതാക്കും ഒമാനഹാക്കും മാ ആതാക്കും മാനഹാക്കും എന്ന് പറയുന്ന ആ മാ രണ്ടിന്റെയും മാ മടങ്ങുന്നത് ഒന്നിലേക്കാണ്. അത് നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ശരിയാണ്. റസൂലിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ആ സ്വത്തിന്റെ വിഹിതം, ആ സ്വത്ത് തന്നാൽ അതെടുക്കുക, അതിന് തൊട്ട് വിലയ്ക്കുക, അതിന് മാറി നിൽക്കുക. നേരെ മറിച്ച് ഇവർ പറയണം മാ അത്താക്കുന്നില്ല മായോ ഒമാനഹാക്കും എന്നുള്ളതിലെ ആ നഹാക്കും എന്ന് പറഞ്ഞതിലെ മാ എന്നുള്ളതും ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഹദീസ് തന്നെയാണോ എടുക്കാനും പറയുന്നത്, ഹദീസ് തന്നെയാണോ എടുക്കണ്ടെന്നും പറയുന്നത്?
വൈരുദ്ധ്യം നോക്കൂ, വൈരുദ്ധ്യം നോക്കൂ. നിങ്ങളോട് എടുക്കാൻ പറഞ്ഞതും ഹദീസ്, ഒമാനഹാക്കും നിങ്ങളെ തൊട്ട് വിലക്കുന്നതും ഹദീസ്. എന്തിനെ തൊട്ടാ വിലക്കുന്നത്? അതും ഹദീസിൽ. നമ്മളെ സംബന്ധിച്ച് രണ്ടും ഒന്നെ. മാ ആതാക്കും റസൂൽ ഫഖുദൂഹു ഒമാനഹാക്കും അൻഹു ബന്ധം. ഇനി നമുക്ക് തുടർന്ന് വരുന്ന 8-ാം വചനത്തിൽ തങ്ങളുടെ വീടുകളും ധനവും ഉപേക്ഷിച്ചു വരുന്നവർക്കാണ് ഈ മുതലിന് കൂടുതൽ അവകാശം എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അതാണ് ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാൻ എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഈ സമ്പത്തിന് ഏറ്റവും കൂടുതൽ അർഹർ. കാരണം എല്ലാം ഇട്ടേച്ചുകൊണ്ട് ഈ മാർഗത്തിലേക്ക് പലായനം ചെയ്ത ആളുകളാണ്. അവർക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ, അവരാണ് അർഹർ എന്നും പറയുന്നു. അതൊക്കെ സമ്പത്തിനാണ്, അല്ലാതെ ഈ ഹദീസ് സ്വീകരിക്കാൻ ഏറ്റവും അർഹർ അവരാണ് എന്നല്ല. നോക്കൂ, തങ്ങൾ സാമ്പത്തികമായി ഉള്ളവരാണെങ്കിൽ പോലും ചില ആളുകൾ എന്ത് ചെയ്യും? സമ്പത്തിനോട് ഭയങ്കര താല്പര്യമുള്ള ആളുകൾ, അമിതമായ താല്പര്യമുള്ള ആളുകൾ, സമ്പത്തിനോട് അധികമായി ആഗ്രഹിക്കുന്ന ആളുകൾ, തങ്ങൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ തന്നെ ഇനിയും കിട്ടിയെങ്കിൽ എന്നവർ ആഗ്രഹിക്കും. അപ്പൊ സാമ്പത്തികമായി ഉള്ളവരാണെങ്കിൽ പോലും സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇസ്ലാമുമായി ഒട്ടി നിൽക്കുകയും മുസ്ലിങ്ങളുടെ തൃപ്തി നേടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ഇത് കപടവിശ്വാസികളുടെ ഒരു ചീത്ത സ്വഭാവമായിരുന്നു. സമ്പന്നമായ അവസ്ഥ അവർക്കുള്ളപ്പോൾ തന്നെ ധർമ്മങ്ങൾ കരസ്ഥമാക്കാൻ ദരിദ്രരുടെ കൂടെ തിരക്കുക എന്നതും ഈ കപടന്മാരായ ആളുകളുടെ പതിവായിരുന്നു. അത് പരമകാരുണികനായ അള്ളാഹു പറയുന്നതെന്ന് നോക്കൂ. وَمِنْهُمْ مَنْ يَلْمِزُكَ فِي الصَّدَقَاتِ فَإِنْ أُعْطُوا مِنْهَا رَضُوا وَإِنْ لَمْ يُعْطَوْا مِنْهَا إِذَا هُمْ يَسْخَطُونَ. ദാനങ്ങളുടെ കാര്യത്തിൽ നിന്നെ അപഹസിക്കുന്നവരും അവരിൽ തന്നെയുണ്ട്. ഇനി അതിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടാൽ അവർ തൃപ്തിപ്പെടുകയും ചെയ്യും. ഇനി അതിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടില്ലെങ്കിലോ അപ്പോഴതാ അവർ കോപിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവും അവന്റെ ദൂതനും നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്ക് അള്ളാഹു തന്നെ മതി എന്നവർ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, സൂറത്ത് അത്തൗബയിലെ 58 മുതൽ 60 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ നമ്മൾ ഓതിവെച്ച സൂറത്ത് ശൂറയിലെ 7-8 വചനങ്ങളുമായി വളരെ അടുത്ത ഒരേ ആശയം തന്നെയാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, കപടന്മാരായ ആളുകൾ ദാനങ്ങളുടെ കാര്യത്തിൽ നബിയെ അപഹസിക്കുന്നവരും ആ ആളുകളുടെ കൂട്ടത്തിലുണ്ട് എന്നാ പറയുന്നത്. അവർക്ക് എന്തെങ്കിലും നൽകപ്പെട്ടാൽ അവർ തൃപ്തിപ്പെടും, അവർക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിലോ അവരതാ കോപിക്കുകയും ദേഷ്യപ്പെടുകയും ഇതിൽ നിന്ന് ഇതിനെ ഇട്ടേച്ച് വേറെ ഒന്നിലേക്ക് പോവുകയും ചെയ്യും. ഒരു വിശ്വാസി അള്ളാഹുവും ദൂതനും തനിക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യും. അള്ളാഹുവും ദൂതനും നൽകിയത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കപടവിശ്വാസികൾ തനിക്ക് അവകാശപ്പെടാത്തത് ആഗ്രഹിക്കുകയും അവന്റെ ആഗ്രഹത്തിനാകട്ടെ അവസാനമുണ്ടാവുകയുമില്ല. ഫൈന്റെ അവകാശികൾ ആരൊക്കെയാണെന്ന് സൂറത്ത് ഹശറിലും സ്വതക്കയുടെ അവകാശികൾ ആരൊക്കെയാണെന്ന് സൂറത്ത് തൗബയിലും അള്ളാഹു വ്യക്തമാക്കി. ഈ 2 സ്ഥലങ്ങളിലും വിശ്വാസികൾക്ക് ദൂതൻ നൽകുന്നതിനെ കുറിച്ചുള്ള സംസാരമാണ്. തങ്ങൾക്ക് ദൂതൻ നൽകുന്നത് കൊണ്ട് വിശ്വാസികൾ തൃപ്തിപ്പെടും, വിലക്കുന്നതിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യും. ഈ 2 സ്ഥലങ്ങളിലും ധനം നൽകുന്ന, സമ്പത്ത് നൽകുന്ന സംഭവവുമായി ബന്ധപ്പെട്ട കാര്യമല്ലാതെ ഖുർആനിന് പുറമെ മറ്റൊരു 2-ാം പ്രമാണത്തെക്കുറിച്ച്, ഖുർആനിന് പുറമെ മറ്റൊരു മതസ്രോതസ്സിനെ കുറിച്ച്, അത് പ്രവാചകൻ നൽകിയതിനെ കുറിച്ചില്ല ചർച്ചയേ ഇല്ല. ഈ 2 ആയത്തിലുമില്ല. പാരമ്പര്യവാദികൾ പറയുന്നത് പോലെ ഞാൻ സൂചിപ്പിച്ചല്ലോ, റസൂല് നൽകിയത് 2-ാം പ്രമാണമാണെങ്കിൽ വിലക്കിയത് എത്രാമത്തെ പ്രമാണമാണ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതല്ല, വിലക്കിയതും നൽകിയതും 2-ാം പ്രമാണം തന്നെയാണോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോ ഫൈഇന്റെ ഈ വിഷയത്തിലും ഗനീമത്ത് സ്വത്തിന്റെ വിഷയത്തിലും സദഖയുടെ കാര്യത്തിലും അത് വിഭജിക്കുമ്പോൾ ഖുർആനിനെയാണ് ആശ്രയിക്കുക എന്ന് നാം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അത് അള്ളാഹുവിന്റെ ദൂതൻ ഖുർആൻ പറഞ്ഞ രൂപത്തിലാണ് അത് വിഹിതം വെച്ച് കൊടുക്കുക. ആ കാര്യങ്ങളാണ് ഈ 2 വചനങ്ങളിലും പറഞ്ഞത്. അത് എന്റെ സഹോദരങ്ങൾ, ഈ 2 വചനവും മുഴുവനായിട്ടൊന്ന് വായിക്കണം. സൂറത്ത് ശൂറയിലെ 7-8 വചനങ്ങൾ മുഴുവനായിട്ടൊന്ന് വായിക്കണം. അതിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഇങ്ങ് അടർത്തിയെടുക്കാം. എന്നല്ല, അത് മാത്രം എടുക്കാം. അതിന്റെ ആ ആയത്ത് തുടങ്ങുന്ന അവിടം തൊട്ട് ആ ആയത്തിന്റെ 8-ാമത്തെ ആയത്തും കൂടി കൂട്ടി അത് അവസാനിപ്പിക്കുന്ന ആയത്ത് വരെ മുഴുവൻ വായിച്ചിട്ട്
അതിൻ്റെ ഇടയിൽ പറയുന്ന ഈ റസൂൽ നൽകുന്നത് എന്താണ്? ഒരു രണ്ടാം പ്രമാണമാണോ നൽകുന്നത്? അതല്ല. ആ ഒരു ഫൈനെ കുറിച്ച് പറയുമ്പോൾ ആ പ്രവാചകന് നീക്കിവെച്ച, ദൂതന് നീക്കിവെച്ച, അള്ളാഹുവിനും റസൂലിനും എന്ന് പറഞ്ഞ് നീക്കിവെച്ച ആ സ്വത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കപടവിശ്വാസികളായ ആളുകളുണ്ട്. അവരൊക്കെ ഉണ്ടായിരിക്കെ പ്രവാചകൻ ആളുകളുടെ പ്രത്യേകമായ ആവശ്യം മനസ്സിലാക്കി ഇവൻ ഇത് ആവശ്യമായി കിട്ടേണ്ടത് തന്നെയാണ്, ഇവൻ ദുരിതം അനുഭവിക്കുന്നവന് തന്നെയാണ്, അവന് ഉള്ളത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി റസൂല് നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കാനും, ആവശ്യമില്ലാതെ സമ്പത്തുണ്ടായിരിക്കെ തന്നെ പിന്നെയും അത് ലഭിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടി വരുന്ന ആളുകളെ കണ്ടുകൊണ്ട് റസൂൽ വിലക്കിയാൽ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും. ഇനി അഹ്ലുൽ ഹദീസുകാര് പറയാറുണ്ട്, ഇത് സന്ദർഭം അതൊക്കെ തന്നെയാണ്, പക്ഷേ അതാണ് സന്ദർഭമെങ്കിലും റസൂൽ നൽകുന്ന റസൂലിന്റെ സുന്നത്തും അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു വിഷയം ഈ വചനത്തിന്റെ പരിധിയിൽ പെടുകയില്ല. ഇനി വാദത്തിന് വേണ്ടി സമ്മതിക്കാൻ നിൽക്കും. വാദത്തിന് സമ്മതിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വചനം അതിന്റെ സന്ദർഭത്തിൽ എന്താണോ അതന്നെ അതിന്റെ വിഷയം. അല്ലാതെ നമ്മൾ അതിന്റെ സന്ദർഭത്തിൽ പറയാത്തൊരു വിഷയത്തിലേക്ക് പിന്നെ അതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു വിദൂര സാധ്യത പോലും ഇല്ല. ഇനി വാദത്തിന് വെറുതെ എന്ന് നമുക്കൊന്ന് സമ്മതിച്ചാൽ തന്നെ റസൂൽ എന്താ നമുക്ക് നൽകിയിരിക്കുന്നത്? ഖുർആനാണ്. അതാണ് ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്, ജനങ്ങൾക്ക് വേണ്ടി നിനക്ക് ഞാൻ പരിപൂർണ സത്യം ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ് ഞാൻ നിനക്ക് ഇറക്കി തന്നിട്ടുള്ളത്. ഇന്നാ അൻസൽനാ അലൈക, നിനക്ക് ഞാൻ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു അൽ കിതാബ, അൽ കിതാബിനെയാണ് ഇറക്കി തന്നിരിക്കുന്നത്. ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി. എങ്ങനത്തെ അൽ കിതാബ്? ബിൽ ഹഖ്, പരമമായ സത്യം കൊണ്ടുള്ള, അൽ ഹഖ് കൊണ്ടുള്ള. അപ്പൊ ജനങ്ങൾക്ക് എന്താ റസൂല് കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂലിനെ ഏൽപ്പിച്ചിട്ടുള്ളത്? ലിന്നാസിക്ക് കൊടുക്കാൻ എന്താണ് റസൂലിനെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഒരു രണ്ടാം പ്രമാണം ഞാൻ നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു, നീ അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറയുന്ന ഒരായത്തുണ്ടോ? ഇല്ലല്ലോ. ഒരു രണ്ടാം അൽ കിതാബ വൽ ഹദീസ, കിതാബും ഹദീസും, അല്ലെങ്കിൽ അൽ കിതാബ വ സുന്നത്തുർ റസൂൽ, കിതാബും സുന്നത്തുർ റസൂലും ഞാൻ നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു. അതെന്തിനു വേണ്ടി? ലിന്നാസി, ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച് കൊടുത്തത് എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കി. അൽ കിതാബ്, അൽ കിതാബാനി, കിതാബാനില്ല, കിതാബാനില്ല. ഇന്നാ അൻസൽനാ അലൈക അൽ കിതാബൈനി, നിനക്ക് ഞാൻ കിതാബൈനി ഇറക്കി തന്നിട്ടുണ്ട്. ഉണ്ടോ? ഇല്ലല്ലോ. അൽ കിതാബ് മാത്രമേ ഇറക്കി തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഫമനിഹിത്തദ, അതിന്റെ മാർഗം ആരെങ്കിലും കണ്ടെത്തിയാൽ, സ്വയം കണ്ടെത്തിയാൽ, ഫലി നഫ്സിഹി, അതിന്റെ ഗുണം അവന് തന്നെയാണ്. ഒമൻ ലല്ല, ഇനി ആ ഖുർആനിൽ നിന്ന്, ആ അൽ കിതാബിൽ നിന്ന് ഒരാൾ പിഴച്ചു പോയാൽ, തെറ്റിപ്പോയാൽ, ഫഇന്നമാ യളില്ലു അലൈഹ, അത് അവനെതിരിൽ തന്നെയാണ്. വമാ അന്ത അലൈഹിം ബിവക്കീൽ, നീ അവരുടെ വക്കീലൊന്നുമല്ല, നീ അത് എത്തിച്ചാൽ മതി. വേണ്ടവരെടുത്തോട്ടെ. ആരെങ്കിലും അതിലൂടെ ഹിദായത്ത് കണ്ടെത്തിയാൽ അത് അവന് തന്നെയാണ്. ഹിദായത്ത് കണ്ടെത്താതെ അതിൽ നിന്ന് തെറ്റിപ്പോയാലോ അതിൻ്റെ ഉള്ള ദൂഷ്യവും അവന് തന്നെയാണ്. അപ്പോൾ ഈ ഗ്രന്ഥമാണ് റസൂലിന്റെ മേൽ നമുക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അത് സ്വീകരിക്കലും മുറുകെ പിടിക്കലുമാണ് നമ്മുടെ ബാധ്യത.